അട്ടിമറി നടന്നെന്ന അതിജീവിത. കോടതിയിലും സ്വകാര്യത സംരക്ഷിക്കപ്പെട്ടില്ല. നടപടി ഞെട്ടിക്കുന്നതും അന്യായവുമെന്ന വിമർശനം. നീതി കിട്ടും വരെ പോരാട്ടം തുടരുമെന്നും അതിജീവിത. രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് പതാകകൾ ഉണ്ടാകില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം. ചിഹ്നം മാത്രം ഉപയോഗിക്കും. സാഹചര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കാനാകില്ലെന്ന് എം ഹസൻ. പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നാളെ കേരളത്തിൽ. തൃശൂർ പൂരാവേശത്തിലേക്ക്. തിരുവമ്പാടിയിലും പാറമേക്കാവിലും പൂരം കൊടിയേറി. പൂരത്തിനെ എഴുന്നള്ളിക്കുന്ന ആനകളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനം 17-ന്. പാലക്കാട് മലമ്പുഴയിലെ കാട്ടാന ചരിഞ്ഞു. ആനയ്ക്ക് പരിക്കേറ്റത് റെയിൽ പാളം മുറിച്ചു കടക്കുന്നതിനിടെ. കാട്ടാന കിണറ്റിൽ വീണ കോതമംഗലം കോട്ടപ്പടിയിൽ പ്രതിഷേധം അവസാനിപ്പിച്ച നാട്ടുകാർ. നഷ്ടം നികത്താമെന്ന് വനം വകുപ്പിന്റെയും പഞ്ചായത്തിന്റെയും ഉറപ്പ്. ജസ്ന ജീവിച്ചിരിപ്പില്ലെന്ന് പിതാവ് ജെയിംസ്. തിരോധാനത്തിലെ ചുരുളുകൾ മുണ്ടക്കയം ഭാഗത്ത് തന്നെ കണ്ടെത്തൽ. CBI സംഘത്തിന് സമാന്തരമായി നടത്തിയ അന്വേഷണത്തിൽ. എൻ്റെ മോളെ അന്വേഷണം ഞങ്ങൾ ഒരു ടീം പറയുന്നുണ്ട് എപ്പോഴും. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. കൂടുതൽ വെളിപ്പെടുത്തൽ 19-ന് നടത്തുമെന്നും ജെയിംസ്. സൗദിയിൽ വധശിക്ഷ വിധിക്കപ്പെട്ട അബ്ദുറഹീമിന്റെ മോചനത്തിനുള്ള നടപടികൾ തുടങ്ങി. 34 കോടി രൂപ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റും. കേരളത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവർക്കുള്ള മറുപടിയെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ.